പല ഭാവാന്തരങ്ങൾ കടന്നു വന്ന മഹാരാഷ്ട്രയിൽ ഇത്തവണ തീർത്തും ഭിന്നമാണ് തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾ. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയോ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയോ പേര് ചർച്ച ചെയ്യപ്പെടുന്നു പോലുമില്ല. NDA സഖ്യത്തിലെ അജിത് പവാർ സ്വന്തം പാർട്ടിക്ക് കിട്ടിയ ഒറ്റ മണ്ഡലത്തിലും 3 പേർ പ്രചാരണത്തിന് വരേണ്ടതില്ല എന്ന് അഭ്യർത്ഥിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നു. അജിത് പവാർ വേണ്ടെന്ന് പറഞ്ഞ നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമാണ്. മറാഠ രാഷ്ട്രീയത്തിന് ഗുജറാത്ത്, ഉത്തർപ്രദേശ് നേതാക്കൾ എത്രമാത്രം അനഭിമതരാണ് എന്ന് ഇതിലും വൃത്തിയായി പറയാൻ കഴിയില്ല. ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിനെ കൂട്ടാതെ സ്വന്തം മണ്ഡലങ്ങളിൽ പ്രചാരണത്തിന് പോകുന്ന മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ, 2 മുന്നണി പോലെയോ അല്ലെങ്കിൽ 2 രാഷ്ട്രങ്ങൾ പോലെയോ ഇടകലരാതെ പ്രചാരണം നടത്തുന്ന ശരത് പവാറും ഉദ്ധവ് താക്കറെയും, പഴയ പ്രതാപം വീണ്ടെടുക്കാൻ നഗര ഗ്രാമഭേദമില്ലാതെ ഓടി നടക്കുന്ന കോൺഗ്രസുകാർ, മുന്നണി 2 ഉള്ളെങ്കിലും 1 ഡസൻ പ്രചാരണമാണ് മഹാരാഷ്ട്രയുടെ ഓരോ മണ്ഡലത്തിലും നടക്കുന്നത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഓട്ടു കഴിഞ്ഞാൽ ഒന്നാകുമോ മുറിഞ്ഞ സേനകൾ. കേരളത്തിന്റെ ഇരട്ടിയും പിന്നെ 1/8 നിയമസഭാ മണ്ഡലങ്ങളാണ് മഹാരാഷ്ട്രയിൽ. ഇങ്ങനെ പറഞ്ഞാൽ 288. ഈ 288 മണ്ഡലത്തിലും വ്യത്യസ്തമാണ് തിരഞ്ഞെടുപ്പ് വിഷയങ്ങൾ. ഒരേ പാർട്ടിയിലെ നേതാവ് തന്നെ പഠാനിൽ നടത്തിയ പ്രസംഗത്തിന്റെ വാർത്ത പോലും രത്നഗിരിയിൽ വരുന്നത് ഒരുപക്ഷെ ദോഷം ചെയ്യും. രാജാപൂരിൽ പ്രസംഗിക്കുന്ന നേതാക്കളല്ല കൊറേഗാവിൽ പോവുക. മുൻപും ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇത്രയും കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ശരത് പവാറും പ്രമോദ് മഹാജനും അശോക് ചവാനും ഉദ്ധവ് താക്കറെയും 288 മണ്ഡലങ്ങളിലും ഓടി നടന്ന് പ്രചാരണം നടത്തുമായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു പ്രചാരണം തിരിച്ചടിയാകുമോ എന്നൊരു ഭയം എല്ലാവർക്കുമുണ്ട്. അജിത് പവാറോ ഒപ്പമുള്ളവരോ വാക്കുകൊണ്ട് മാത്രമല്ല നോട്ടം കൊണ്ട് പോലും ശരത് പവാറിന് ദോഷം വരുന്നതൊന്നും ചെയ്യില്ല. ഏക്നാഥ് ഷിൻഡെ ബാൽ താക്കറെയോ ഒരേ വേദിയിൽ പുകഴ്ത്തുന്നു എന്നത് മാത്രമല്ല, ഉദ്ധവ് താക്കറയെ പ്രശംസിക്കാനും മടിക്കുന്നില്ല. ഉദ്ധവിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഉള്ള വോട്ടുകൂടി പോകുമോ എന്നൊരു ഭയം മുഖ്യമന്ത്രിക്കുണ്ട്. ഇങ്ങനെ വളരെ സങ്കീർണമായ സ്ഥിതിയുടെ കാരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ്. മഹാരാഷ്ട്രയിൽ 6 മാസം മുൻപ് നടന്ന തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റിൽ ജയിച്ചത് കോൺഗ്രസ് ആണ്. ആ സത്യം കോൺഗ്രസുകാർ പോലും ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല. കോൺഗ്രസ് 13 സീറ്റിൽ ജയിച്ചപ്പോൾ BJPക്ക് കിട്ടിയത് 9 സീറ്റാണ്. BJPയെ അതിലേറെ സങ്കടപ്പെടുത്തിയത് പിളർത്തിയെടുത്തിട്ടും ഉദ്ധവ് താക്കറയുടെ സേനയും 9 സീറ്റിൽ ജയിച്ചു എന്ന സത്യമാണ്. BJP നേടിയ അത്ര സീറ്റുമായി ഉദ്ധവ് താക്കറയുടെ ശിവസേന തല ഉയർത്തി നിന്നു. 4ാമത്തെ വലിയ കക്ഷി ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയല്ല, അത് ശരത് പവാറിന്റെ NCP ആണ്. BJPക്കും ഉദ്ധവിനും കിട്ടിയതിനേക്കാൾ 1 സീറ്റ് മാത്രം കുറവ്. മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് ജയിപ്പിക്കാനായത് 7 സീറ്റിൽ മാത്രം. അജിത് പവാറിന് കിട്ടിയതോ ഒരേ 1 സീറ്റും. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിഷയങ്ങളല്ല നിയമസഭാ തിരഞ്ഞെടുപ്പിലുള്ളത് എന്ന് മാത്രമല്ല, സംസ്ഥാനം മുഴുവൻ ബാധകമായ ഒരു വിഷയം പോലും നിലവിലില്ല എന്നുള്ളതാണ് സത്യം. പ്രചാരണമൊക്കെ പലതുണ്ടെങ്കിലും മുഖ്യമന്ത്രിയാകാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ. ശരിക്കും ആരാണ് ഇത്തവണത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? അടുത്ത മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ആണെന്ന് മത്സരിക്കുന്ന എല്ലാ മണ്ഡലത്തിലും BJP നേതാക്കൾ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സർക്കാരിനെ നയിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഏക്നാഥ് ഷിൻഡെയുടെ ഗതി എന്താകും? മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാവുക എന്ന ഏകമാത്ര സ്വപ്നവുമായി നടക്കുന്ന അജിത് പവാർ എന്ത് ചെയ്യണം? ഈ ത്രിമാന പ്രതിസന്ധി മഹാരാഷ്ട്രയിലെ NDA നേതൃത്വത്തെ അപ്പാടെ ബാധിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാതെ മറ്റെന്തെങ്കിലും ഒരു പദവിയിലേക്ക് മാറിയാൽ ഏക്നാഥ് ഷിൻഡെയുടെ പാർട്ടി തന്നെ ഇല്ലാതെയാകും. അധികാരമില്ലെന്ന് കണ്ടാൽ അണികൾ കൂട്ടത്തോടെ ഉദ്ധവിലേക്ക് മടങ്ങും. അജിത് പവാറിന് കടുപ്പത്തിലുള്ള എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഇനിയും ഈ പാർട്ടി കൊണ്ട് നടക്കാൻ കഴിയില്ല. BJP പക്ഷത്ത് വന്നിട്ടും കിട്ടിയത് അമ്മാവനൊപ്പം നിന്നാൽ കിട്ടുമായിരുന്നതൊക്കെ മാത്രമേയുള്ളൂ. 4 ED കേസുകൾ ആവിയായി എന്നതൊഴിച്ചാൽ രാഷ്ട്രീയത്തിൽ പറയത്തക്ക നേട്ടമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയെങ്കിൽ മറുവശത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉദ്ധവ് തന്നെയാണോ? 2019 ഉദ്ധവ് താക്കറയെ മുഖ്യമന്ത്രിയാക്കിയത് വലിയ സമ്മർദ്ദങ്ങളെ തുടർന്നായിരുന്നു. അധികാരസ്ഥാനം വേണ്ടെന്ന ബാൽ താക്കറയുടെ അതേ നയം തന്നെയായിരുന്നു ഉദ്ധവിനും. എന്നാൽ ഉദ്ധവ് മുഖ്യമന്ത്രിയായില്ലെങ്കിൽ കോൺഗ്രസിനെയും NCPയെയും BJP തരിപ്പണമാക്കുമെന്ന ഭയമാണ് ഉദ്ധവിനെ തന്നെ സമീപിക്കാനുള്ള കാരണം.
പക്ഷേ അന്ന് ആദ്യം പിളർന്നത് ഉദ്ധവിന്റെ തന്നെ പാർട്ടിയായി മാറി. ഇതോടെ കോൺഗ്രസിനേക്കാൾ വലിയ BJP വിരുദ്ധനായി മാറി ഉദ്ധവ്. ഇത്തവണ ഭരിക്കാൻ അവസരമുണ്ടായാൽ മുഖ്യമന്ത്രി ഉദ്ധവല്ലാതെ മറ്റാരെങ്കിലും ആകുമോ? ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്നതുപോലെ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വന്നാൽ പൃഥ്വിരാജ് ചവാൻ ഉൾപ്പെടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിവരിയായി വന്നു നിൽക്കില്ലേ? ഭരണം ശിവസേനയ്ക്ക് നൽകിയാൽ പിന്നെയും കോൺഗ്രസിനെ പിളർത്താനുള്ള സാഹചര്യമുണ്ടാകില്ലേ? അപ്പുറത്തും ഇപ്പുറത്തുമുണ്ട് സങ്കീർണമായ നേതൃത്വ പ്രശ്നം. ജാതിയും മതവും വ്യക്തിപ്രഭാവവും ഒന്നും മാത്രമല്ല മഹാരാഷ്ട്രയിലെ പ്രശ്നങ്ങൾ. അത് കർഷക രോഷം കൂടിയാണ്. വിളയ്ക്ക് വിലയില്ലാതായതും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം 2 പേരെയും ബാധിച്ചതുമൊക്കെ വലിയ പ്രചാരണ വിഷയങ്ങളാണ്. ഇതിനും മുകളിലായി മനോജ് ജാരംഗെ പാട്ടീലിന്റെ നേതൃത്വത്തിൽ നടന്ന മറാത്ത സംവരണ പ്രക്ഷോഭമുണ്ടാക്കിയ അലകളുണ്ട്. അത് ഈ തിരഞ്ഞെടുപ്പിൽ മറാത്ത ബെൽറ്റിലെ 46 സീറ്റുകളെയും ബാധിക്കാനിടയുള്ളതാണ്. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച ശേഷം ജാരംഗെ പിന്മാറിയത് BJP തോൽപ്പിക്കാൻ ഒന്നിക്കണം എന്നൊരൊറ്റ ആഹ്വാനത്തോടെയാണ്. ഇതിന് ബദലായി NDA കാണുന്നതോ സ്ത്രീ സുരക്ഷാ പദ്ധതികളും. സ്ത്രീകൾക്കായി വാരിക്കോരി പ്രഖ്യാപിച്ച പദ്ധതികളിലൂടെ മറാത്ത വാദത്തെ മറികടക്കാനാകുമെന്ന് ഏക്നാഥ് ഷിൻഡെ കണക്ക് കൂട്ടുന്നു. ഒരു കാര്യം മാത്രം പറയാം, NDAയിൽ ഏക്നാഥ് ഷിൻഡെയേക്കാൾ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത ദേവേന്ദ്ര ഫട്നാവിസിനാണ്. ഇന്ത്യ മുന്നണിയിൽ ശരത് പവാറിനേക്കാളും പൃഥ്വിരാജ് ചവാനേക്കാളും സാധ്യത ഉദ്ധവ് താക്കറയ്ക്കുമാണ്. ഈ 2 കാര്യങ്ങൾ മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം